ഹലോ നമസ്കാരം. വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ UK നഴ്സിംഗ് വീഡിയോയ്ക്ക് നല്ല ട്രാക്ഷൻ ലഭിച്ചു. ഒത്തിരി പേര് കാത്തിരുന്നൊരു വീഡിയോ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഓസ്ട്രേലിയയിലേക്ക് നഴ്സിംഗ് തയ്യാറെടുക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്, ഒരുപാട് രക്ഷിതാക്കളുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനൽ കാണുന്നതാണ്. ഇപ്പോൾ PT എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുകയും അതിന് വേണ്ട സ്കോർ ലഭിക്കാതിരിക്കുകയും അല്ലെങ്കിൽ നമുക്ക് ഫണ്ട് റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാൻ പറ്റാത്തവരും ഒക്കെ വിഷമിച്ചിരിക്കുന്നവരെ ഒരു കാരണവശാലും വിഷമിക്കേണ്ട ആവശ്യമില്ല. UK ഈക്വലി ഗുഡ് ഓപ്ഷനാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇട്ട ആ വീഡിയോ ഏകദേശം 1000-ഓളം പേര് കാണുകയും നമുക്ക് ഒരുപാട് എൻക്വയറികൾ വരികയും ചെയ്തു. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന സംശയത്തിന് ഉത്തരവുമായിട്ടാണ് പാർട്ട് 2 വീഡിയോ എന്നോണം വരുന്നു. UK അടിച്ചു കയറി വാ എന്നുള്ള തമ്മിൽ പറയുന്ന പോലെ തന്നെ നഴ്സിംഗ് പ്രോഗ്രാമിന് UK അടിപൊളി തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു ഈ വീഡിയോയിൽ. ചെക്കൗട്ട്. പോയിന്റ് നമ്പർ 1, നമുക്ക് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് മേജറായിട്ട് അപ്ലൈ ചെയ്യുന്ന ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് നമ്മൾ നോക്കുമ്പോൾ വിസ കിട്ടുന്ന കാര്യത്തിൽ ഏറ്റവും ഡിഫിക്കൽറ്റി USA ആണ്. USA ഫോളോഡ് ബൈ നമ്മൾ പറയുന്ന രണ്ടാമത് ഓസ്ട്രേലിയയാണ് ഏറ്റവും ടഫായിട്ടുള്ളൊരു കൺട്രി. ഇപ്പോൾ നമുക്കൊരു 5 ഡിഫിക്കൽറ്റി മെഷർ ചെയ്യുകയാണെങ്കിൽ US 5 എന്ന് നമ്മൾ കൊടുക്കുമ്പോൾ ഓസ്ട്രേലിയ ഒരു 4.54 എന്നുള്ള ലെവലിലേക്ക് ഇപ്പോൾ കയറി നിൽക്കുകയാണ്. ന്യൂസിലൻഡ് 4 ഒരു റേഞ്ചിലും അയർലൻഡ് ഒരു 3.5 ഒരു പടിക്കൂടെ റിലാക്സ്ഡ് ആണ്. എന്തുകൊണ്ടാണ് ഈ ഓസ്ട്രേലിയയും ന്യൂസിലൻഡും അയർലൻഡും ഇത്രയും ടഫായി പോയത്? ITR കാണിക്കേണ്ടി വരുന്നുണ്ട്. ഇന്ത്യയിലാണ് നിങ്ങളുടെ സ്പോൺസേഴ്സ് എങ്കിൽ അവരുടെ ITR കാണിക്കുന്നത് മസ്റ്റാണ്. 3 കൊല്ലത്തെ ITR ചോദിക്കുന്നത്. അപ്പോൾ അത് ഇത്ര കോംപ്ലക്സ് ആയതുകൊണ്ടാണ് അത് അത്രയേറെ ടഫായിട്ട് വരുന്നത്. പിന്നെ കാനഡയും UK ഒക്കെ ആണെങ്കിൽ ഒരു 2 out of 5 എന്നുള്ള രീതിയിൽ കോംപ്ലക്സിറ്റി വരുന്നു. അത്രയും സിമ്പിൾ ആവാനുള്ള കാരണം അവിടെ ഇത്രയും പ്രശ്നങ്ങളില്ല. 28 ഡേയ്സിന് മച്യൂരിറ്റിയുള്ള ഫണ്ട് ഉണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ. അപ്പം അതാണ് UKയുടെ ഒരു ഹൈലൈറ്റ്. നമുക്കതിലേക്ക് തന്നെ വരാം. അപ്പം ഒരുപാട് സ്റ്റുഡൻസിന് ഓസ്ട്രേലിയൻ സ്റ്റുഡൻറ്റ് വിസ റിജക്ഷൻ കിട്ടിയിരുന്നു ഈ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ അക്കാഡമിക് റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ. വേറാസ് UK ആ ഒരു പ്രശ്നമില്ല. UK നമുക്ക് അത്രയും 95% വിസ സക്സസ് ഉണ്ട്. അപ്പം സാധാരണ ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഒരു വിസ വിസ റിജക്ഷനുള്ള ചാൻസ് UK വളരെ കുറവാണ്. നമുക്ക് ഫണ്ടാണെങ്കിൽ വെറും 28 ഡേയ്സിൻ്റെ മച്യൂരിറ്റി മതി. അപ്പോൾ നമുക്ക് മാത്രമല്ല ഫണ്ട് കാണിക്കുന്നത് ഇപ്പം എഡ്യൂക്കേഷൻ ലോണോ ഫിക്സഡ് ഡെപ്പോസിറ്റോ സേവിങ്സ് ആയിട്ടുള്ള ഫണ്ട് പോലും UK വർക്കാവുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ ഗോൾഡ് സെല്ല് ചെയ്തിട്ട് അതിൻ്റെ ഫണ്ട് കാണിക്കാം. അപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസിന് വിസ റിജക്ഷൻ നേരിടേണ്ടി വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് കറക്റ്റായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും 2 അക്കാഡമിക് ഗ്യാപ്പ് തുടങ്ങിയ കാരണങ്ങൾ കൊണ്ടോ അല്ല അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ് ചെക്ക് ചെയ്യുമ്പോൾ വേണ്ട രീതിയിൽ ഇല്ലാത്തത് കൊണ്ടും. അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും ഒരു പ്രൊഫൈലിന് എത്രത്തോളം ഹെൽത്തിയാണ് എന്നുള്ളത്. എന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു 98% സക്സസ് അവകാശപ്പെടാൻ പറ്റുന്നതുകൊണ്ട് ഞങ്ങൾക്കത് പറയാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾ നോക്കുന്ന പാരാമീറ്റേഴ്സ് എത്രത്തോളം സേഫ് ആണ് എന്നുള്ളത്. പക്ഷേ ഒരു ആവറേജ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് UK അങ്ങനൊരു വിസ റിജക്ഷൻ ചാൻസ് ഇല്ല. ഞാൻ പറഞ്ഞ 95% വിസ സക്സസ് ത്രൂ ഔട്ട് ഇന്ത്യയാണ് കേട്ടോ UK ഉള്ളത്. അപ്പോൾ കേരളത്തിലൊക്കെ ഏകദേശം 100% തന്നെയാണ്. നമ്മൾ വേണ്ട പോലെ ഡോക്യുമെൻറ്റ്സ് നോക്കിയാൽ നമുക്ക് വേൾഡിൽ തന്നെ നോക്കിയാൽ 100% വിസ സക്സസ്സാണ്. നമുക്ക് ഒരു ഫയൽ പോലും UK വിസ റിജക്ഷൻ വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് കുട്ടികൾക്കും കൊടുക്കാം. കുട്ടികൾക്കും പലർക്കും ഈ ഫണ്ടിൻ്റെ കാര്യത്തിൽ ഈ ITR ഫയൽ ചെയ്യണം എന്നുള്ളത് മാൻഡേറ്ററി അല്ല. 1. 2, ഫണ്ടിന് വെറും 28 ഡേയ്സിൻ്റെ മച്യൂരിറ്റി മതി. ഇത് രണ്ടാമത്തെ കാരണമാണ്. പിന്നെ സ്പോൺസേഴ്സായിട്ട് നമുക്ക് പേരൻസിനെയാണ് കൂടുതലും കാണിക്കുക. നമുക്ക് അങ്കിൾ ആൻറ്റി പറ്റത്തില്ലെങ്കിലും ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയയാണ്. ITR ഇത്രയും വേണം എന്ന് പറയാത്തത് കൊണ്ട് തന്നെ നമുക്കൊന്നും പേടിക്കേണ്ടതില്ല UK വിസയുടെ കാര്യത്തിൽ. 2, ഓസ്ട്രേലിയയിലേക്ക് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ ക്യാപ്പിങ് കൊണ്ടുവരുന്ന വിവരം അവിടെ ബഡ്ജറ്റിൻ്റെ വീഡിയോയുടെ ഏറ്റവും അവസാനം പറയുന്നുണ്ടല്ലേ. അപ്പോൾ അതൊന്ന് തീർച്ചയായിട്ടും കാണുക, കണ്ടിട്ടില്ലാത്തവർ. അപ്പോൾ ആ ക്യാപ്പിങ് പറയുമ്പോൾ പ്രോസസ്സ് പിന്നെയും ടൈറ്റ് ആക്കുക ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ഏജൻസിയോ കൂട്ടുകാരോ എല്ലാം നിങ്ങളോട് പറയുകയാണ് ഇന്ന യൂണിവേഴ്സിറ്റിയിലേക്ക് GS റിക്വയർമെൻറ്റ് ഇല്ലാതെ നിങ്ങൾക്ക് കടന്നു പോകാം എന്ന് പറഞ്ഞ് നിങ്ങൾ അങ്ങനെ വഞ്ചിതരാവരുത്. അങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് ഫയൽസ് മൂവ് ചെയ്ത് എങ്ങനെയെങ്കിലും ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ കിട്ടിയാൽ വിസ സ്റ്റേജിൽ ചെല്ലുമ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് ഇല്ലെങ്കിൽ നിങ്ങളെ റിജക്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. ഒരുപാട് കുട്ടികളുടെ എക്സാമ്പിൾ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ യൂട്യൂബ് ചാനലിൽ ആയതുകൊണ്ട് തന്നെ പലരും വ്ളോഗേഴ്സ് എന്ന രീതിയിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റുന്നത് കേട്ടോ. ഒരുപാട് പേർക്ക് അങ്ങനെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ നിങ്ങൾ റിസ്ക് ചെയ്ത് വെറുതെ ടോസിട്ട് നോക്കാൻ കൊടുക്കരുത് നിങ്ങളുടെ ജീവിതവും സമയവും. അങ്ങനെയുള്ളവർ ഓസ്ട്രേലിയക്ക് പകരം UK നോക്കിക്കൂടെ നിങ്ങൾക്ക്. UK
എങ്ങനെയുള്ളവർക്കാണ് സക്സസ്ഫുൾ ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ കരിയർ ഫോക്കസ്ഡ് ആയിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് കോഴ്സുകൾ തരുന്നൊരു രാജ്യമാണ് UK. അപ്പോൾ ഒരു എബോവ് ആവറേജ് സ്റ്റുഡൻറ്റിന് UK പോയാൽ തീർച്ചയായിട്ടും രക്ഷപ്പെടാൻ പറ്റും. UK ബുദ്ധിമുട്ട് വരുന്നത്, നമ്മുടെ സ്വന്തം കരിയറിൽ ജോബ് കണ്ടെത്താൻ പറ്റാത്തത് അവിടെ റിലാക്സ്ഡ് ക്രൈറ്റീരിയ ആയതുകൊണ്ട് ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻറ്റ് പോലും UK എത്തിപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതായത് അങ്ങനെ വരുമ്പോൾ അവർക്ക് വേണ്ട ഒരു ക്വാളിറ്റി, ആ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ട ഒരു ക്വാളിഫിക്കേഷൻ അവർക്കോ അല്ലെങ്കിൽ അതിന് വേണ്ട ഒരു സ്കിൽ ലെവലോ അറ്റൈൻ ചെയ്യാൻ പറ്റാത്ത കുട്ടികൾ പോകുമ്പോഴാണ് ദേ ആർ ഗോയിങ് ഇൻ ടു ഡിഫറെൻറ്റ് ഫീൽഡ്സ്. ചിലപ്പോൾ ഏജ് കെയറിലും ഒക്കെ എൻ്റെ ആവുന്നത് അങ്ങനെയുള്ളവരാണ്. അല്ലാതെ ഫോക്കസ്ഡ് ആയിട്ട് നല്ല കരിയർ ബിൽഡ് ചെയ്യണം, ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കണം എന്ന ആഗ്രഹത്തോടെ പോകുന്നവർക്ക് UK നല്ല രാജ്യം തന്നെയാണ്. അപ്പോൾ നിങ്ങളത് തീരുമാനിക്കുക, നിങ്ങൾക്ക് എന്താ വേണ്ടത്, യു വിൽ ഗെറ്റ് ഇറ്റ്. യു വർക്ക് ഫോർ ഇറ്റ്, യു വിൽ ഗെറ്റ് ഇറ്റ്. ഓസ്ട്രേലിയക്ക് ഈ വരുന്ന ക്യാപ്പിംഗ് കൂടെ കണ്ടിട്ട് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് UK ഒരു ബാക്കപ്പ് ഓപ്ഷനായിട്ട് നോക്കാം. ഏറ്റവും ചാൻസ് ഉള്ള മേഖലകൾ ലൈക്ക് നേഴ്സിങ്ങിനാണ് ഞങ്ങൾ കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പം ആ രാജ്യത്തെ സ്കിൽ ഷോർട്ടേജിൽ ഉണ്ടെങ്കിൽ നമുക്ക് ആ പ്രോഗ്രാം, റിന്യൂവബിൾ എനർജി ഒരു നല്ല മേഖലയാണ് UK പഠിച്ചാൽ കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള മേഖലകൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്തതിന് ശേഷം എടുക്കുകയാണെങ്കിൽ UK ഒരു വളരെ നല്ല ഓപ്ഷനായിരിക്കും. മൂന്നാമത്തേത്, മോർ നമ്പർ ഓഫ് ഇൻടേക്സ് UK ഓഫർ ചെയ്യുന്നു എന്നുള്ളത് ഒരു വലിയ അഡ്വാൻറ്റേജാണ്. നമുക്ക് ഓസ്ട്രേലിയയിൽ അറിയാം ഏതൊക്കെയാണ്. സാധാരണ ഫെബ്രുവരി, ജൂലൈ ആൻഡ് നവംബർ ഒരു കുഞ്ഞ് ഇൻടേക്ക്. വലിയ ഇൻടേക്ക് ഫെബ്രുവരിയാണ്, ഒരു ഇടത്തരം ഇൻടേക്കാണ് ജൂലൈ ആൻഡ് കുഞ്ഞ് ഇൻടേക്കാണ് നവംബർ. ഇങ്ങനെ 3 ഇൻടേക്സേ ഓസ്ട്രേലിയക്കുള്ളൂ. പിന്നെ ചില UNSW പോലെയുള്ള ഒരു സെപ്റ്റംബറിലൊക്കെ ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതാണ് മേജർ ഇൻടേക്ക്. പക്ഷേ UK അങ്ങനെയല്ല. സെപ്റ്റംബർ ആണ് മെയിൻ ഇൻടേക്ക്, ജനുവരിയിൽ സെക്കൻഡ് ഒരു ഇൻടേക്ക് ഉണ്ടെങ്കിലും ബാക്കി എല്ലാ മാസങ്ങളിലും പ്രോഗ്രാംസ് അവൈലബിളാണ്. UK വേൾഡ് റാങ്കിങ്ങിലുള്ള 191 യൂണിവേഴ്സിറ്റീസ് തന്നെയുണ്ട്. അപ്പോൾ ഇത്രയും യൂണിവേഴ്സിറ്റീസ് ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാ മാസവും ഓപ്പൺ ആവുന്ന പ്രോഗ്രാംസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഒട്ടും തന്നെ സമയം നഷ്ടപ്പെടാതെ UK ഒരു സ്റ്റുഡൻറ്റ് വിസയിലേക്ക് എത്താനും പോകാനും പറ്റും എന്നുള്ളതാണ് മൂന്നാമത്തെ ഹൈലൈറ്റ്. 4, വിസ ലോഡ്ജിങ് ഇൻ UK ഈസ് കമ്പാരിറ്റീവ്ലി ഫാസ്റ്റർ വെൻ കമ്പയർഡ് ടു അതർ കൺട്രീസ്. അപ്പോൾ 3 തരത്തിലുള്ളതുണ്ട്: സ്റ്റാൻഡേർഡ്, പ്രയോറിറ്റി, സൂപ്പർ പ്രയോറിറ്റി. സ്റ്റാൻഡേർഡ് ആണെങ്കിൽ 1 മന്ത് ടൈമോ, പ്രയോറിറ്റി ആണെങ്കിൽ 1 വീക്കിലും, സൂപ്പർ പ്രയോറിറ്റി ഇച്ചിരി കൂടെ എക്സ്പെൻസീവ് ആണ്, അതാണെങ്കിൽ വിത്തിൻ 8 ഡേ, വിത്തിൻ 24 hours ഒക്കെ വിസ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ 3 കാറ്റഗറികളിൽ നിങ്ങൾക്ക് വിസ ഫയൽ ചെയ്യാവുന്നതുകൊണ്ട് തന്നെ ഫാസ്റ്റായിട്ട് കിട്ടും. നിങ്ങളുടെ സമയം ഒട്ടും നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് UK പഠനം പോസിബിളാണ്. ഡോക്യുമെൻറ്റ്സിൻ്റെ എണ്ണവും കുറവാണ്. അപ്പോൾ അതിനും ആർക്കെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്താൽ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. നമുക്കിനി UK കാനഡയും തമ്മിലൊരു കമ്പാരിസൺ നോക്കാം. ഏകദേശം കോംപ്ലക്സിറ്റി വിസ ഫയൽ ചെയ്യുന്ന കാര്യത്തിൽ ഏകദേശം രണ്ടും തുല്യം നിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ UK കാനഡയും തമ്മിലാണ് സാധാരണ കമ്പാരിസൺ വരുന്നത്. അപ്പോൾ വരുന്ന മേജർ ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ അഡ്രസ്സ് ചെയ്യുന്നത്. 196ഓളം യൂണിവേഴ്സിറ്റീസാണ് UK വിച്ച് ഇസ് കമ്പാരിറ്റീവ്ലി ഹയർ കൺസിഡറിങ് കാനഡ. പിന്നെ UK ഇൻടേക്കിൻ്റെ എണ്ണം കൂടുതലാണ് കാനഡ. പിന്നെ കാനഡയിൽ വെയിറ്റിംഗ് ലിസ്റ്റ് കൂടുതലാണ്. പിന്നെ വേറൊരു കാര്യം, കാനഡയിൽ കൂടുതൽ നമ്മുടെ കുട്ടികൾ പോകുന്നത് ഡിപ്ലോമ പ്രോഗ്രാമുകൾ പഠിക്കാനാണ്. അവിടെ മാസ്റ്റേഴ്സോ ബാച്ചിലേഴ്സോ പഠിക്കുന്നത് ഈസ് എക്സ്പെൻസീവ് കമ്പയർഡ് ടു UK ഓർ ഓസ്ട്രേലിയ. അങ്ങനെയാണോ കാനഡയിൽ? അപ്പം നിങ്ങൾക്കറിയാം, കാനഡയുടെ ബാച്ചിലേഴ്സോ മാസ്റ്റേഴ്സോ നമ്മുടെ നാട്ടിൽ കുട്ടികൾ പഠിക്കുന്നത് വളരെ കുറവാണ്. ഏജൻസികൾ പ്രൊമോട്ട് ചെയ്യാറുമില്ല. ഏജൻസികൾ കൂടുതലും ഡിപ്ലോമ പ്രോഗ്രാമുകൾ, ദേ ഹാവ് ബെറ്റർ റിലേഷൻഷിപ്പ് വിത്ത് കോളേജസ് ദാൻ യൂണിവേഴ്സിറ്റീസ്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒബ്വിയസ്ലി അതായിരിക്കും അവർക്ക് അഡ്വാൻറ്റേജസ്. പക്ഷേ ഒരു കുട്ടിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു ടെക്നീഷ്യൻ ലെവലിലേക്കാണ് ഒരു ഡിപ്ലോമ പ്രോഗ്രാം പഠിക്കുന്നയാൾ ലാൻഡ് ചെയ്യുന്നത്. ഡിഗ്രി പ്രോഗ്രാം പഠിക്കുമ്പോഴായിരിക്കും നിങ്ങളൊരു എഞ്ചിനീയറിംഗ് പ്രൊഫഷനിലേക്ക് അല്ലെങ്കിൽ ആ മേളിലേക്ക് ഒരു പ്രൊഫഷണൽ ലെവലിലേക്ക് എത്താൻ പറ്റുക. അപ്പോൾ എപ്പോഴും സാലറിയിൽ ആ റേഞ്ച് ഡിഫറൻസ് ഉണ്ടാകും കേട്ടോ. ഞാനിവിടെ മാസ്റ്റേഴ്സ് പഠിക്കാൻ വന്ന സമയത്ത് എൻ്റെ ബാച്ചിലുണ്ടായിരുന്ന ഒരു ഡിപ്ലോമ പ്രോഗ്രാം കാനഡ പഠിച്ചവർക്ക് ഉള്ള പേ സ്കെയിൽ ഡിഫറൻസ് എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് അതിനെപ്പറ്റി ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ പറയുന്നത്. അപ്പോൾ എപ്പോഴും ഡിഗ്രി പഠിക്കുന്നതിന് അഡ്വാൻറ്റേജ് ഉണ്ട്. നിങ്ങളുടെ ഫണ്ട് ലിമിറ്റേഷൻസ് ആണെങ്കിൽ നിങ്ങൾ ഡിപ്ലോമ പ്രോഗ്രാമിലേക്ക് ഫോൾ ബാക്ക് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷേ എപ്പോഴും അതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ UK നിങ്ങൾക്ക് ഡിഗ്രിയാണ് കിട്ടുന്നത്, ഡിപ്ലോമയല്ല. അപ്പം കാനഡയിലെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു വ്യത്യാസം. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഡിഗ്രി പഠിക്കുമ്പോൾ എപ്പോഴും കോംപ്ലക്സിറ്റി കൂടുതലാണ്. ഡിപ്ലോമ പഠിക്കുന്ന പോലെ അല്ലല്ലോ അല്ലേ? ഡിപ്ലോമ കുറച്ചും കൂടെ എളുപ്പമാണ്. ഞാനൊരു ഈസി എക്സാമ്പിൾ പറയാം. ഈ ഡിപ്ലോമ പഠിക്കാൻ പോകുന്ന കാനഡ സ്റ്റുഡൻസിൻ്റെ പഠന സമയം വിൽ ബി വെരി കളർഫുൾ. അവർ ഇൻസ്റ്റാഗ്രാമിൽ ലൈവായിരിക്കും, വളരെ ആക്റ്റീവായിട്ടുള്ള ഫീഡ്സ് കാണും. പക്ഷേ നമ്മൾ ഡിഗ്രി പഠിക്കുന്നവർക്ക് ഇത്തിരി ബുദ്ധിമുട്ട്. ആ സമയത്ത് അവരുടെ ഒന്നും അത്രയും കളർഫുൾ ഇമേജസ് കാണാൻ പറ്റത്തില്ല. പക്ഷേ അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെയും കളർഫുള്ളായിട്ടുള്ള ഇൻസ്റ്റാഗ്രാം ഫീഡ്സ് നിങ്ങൾ കണ്ടു തുടങ്ങും. അപ്പം അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. അതൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം അൾട്ടിമേറ്റ്ലി നമ്മൾ എപ്പോൾ കൂടുതൽ വർക്ക് എടുക്കുന്നോ അതിൻ്റെ റിസൾട്ട് നിങ്ങളെപ്പോഴും റീപ്പ് ചെയ്യും, അതിൻ്റെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ,
September intake is the largest intake for Canada, and September and January intakes are the major intakes for UK. പിന്നെ മൈനർ ഇൻടേക്സും ഉണ്ട് UK. അതാണ് വേറൊരു ഡിഫറൻസ്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി ടെസ്റ്റിൻ്റെ വെയ്വർ UK ലഭിക്കുന്നു എന്നതാണ്. പ്ലസ് ടുവിലൊക്കെ നമുക്കൊരു നല്ല മാർക്ക് ഉണ്ടെങ്കിൽ 60-65% മാർക്കും 70-80 ഒക്കെ ഉണ്ടെങ്കിൽ ഇംഗ്ലീഷിന് മാർക്ക് ഉണ്ടെങ്കിൽ 7 യൂണിവേഴ്സിറ്റികളോളം നമ്മൾ വെയ്വർ തരുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ടെന്ന് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറയുകയുണ്ടായി അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻസ് UK അവൈലബിൾ ആണ്. കുറേ കൂടെ ഫ്ലെക്സിബിൾ ആണ് ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി റിക്വയർമെൻറ്റിന്. പക്ഷേ ഇതില്ലാതെ അങ്ങോട്ട് പോകണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഇംഗ്ലീഷിൽ പ്രാവീണ്യത്തോടെ UK പോയാലേ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റത്തുള്ളൂ അറ്റ് ദി എൻഡ് കോഴ്സ് പഠിച്ചു കഴിയും. പക്ഷേ കോഴ്സ് അഡ്മിഷൻ കിട്ടാനായിട്ട് ഈ ഒരു റിലാക്സ്ഡ് ക്രൈറ്റീരിയ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പലപ്പോഴും ഞാൻ ചില കുട്ടികളെ കണ്ടിട്ടുണ്ട്, വളരെ നല്ല ലാംഗ്വേജ് സ്കിൽസ് ഉള്ളവരും ഈ എക്സാമിന് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പാനിക്കാവുന്നൊരു സിറ്റുവേഷൻ. അങ്ങനെയുള്ളവർക്ക് ഇതൊരു പ്രോബ്ലം അല്ല. ഇപ്പോൾ UK ഒരു ബ്ലെസ്സിങ് ആണ്. UK നിങ്ങൾക്ക് കയറാം. മാത്രമല്ല പിന്നെ പഠിച്ചെടുക്കും. നിങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ ലാംഗ്വേജ് ഒക്കെ ഒത്തിരി ഇമ്പ്രൂവ് ആവുകയും ചെയ്യും. അപ്പം ഇറ്റ്സ് ഓൾ അബൌട്ട് ദ എഫേർട്ട് ദാറ്റ് യു പുട്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ UK അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട്, മറക്കണ്ട. ഇനി UK പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെ സെറ്റിൽ ആവാം? UK എഡ്യൂക്കേഷൻ മാസ്റ്റേഴ്സ് 1 year കൊണ്ട് തീരുന്ന മാസ്റ്റേഴ്സ് ഉണ്ട് കേട്ടോ, വിച്ച് ഇസ് ഡിഫറെൻറ്റ് ഫ്രം ഓസ്ട്രേലിയ. 2 years മാസ്റ്റേഴ്സ് ചെയ്താലേ നമുക്ക് സ്റ്റേ ബാക്ക് കിട്ടത്തുള്ളൂ. പക്ഷേ 1 year മാസ്റ്റേഴ്സ് ചെയ്താൽ പോലും നമുക്ക് UK 2 years സ്റ്റേ ബാക്ക് കിട്ടുന്നുണ്ട്. ബാച്ചിലേഴ്സ് ആണെങ്കിലും മാസ്റ്റേഴ്സ് ആണെങ്കിലും 2 years സ്റ്റേ ബാക്ക് കിട്ടുന്നുണ്ട്. പിന്നെ 3 year ചില പ്രോഗ്രാംസ് ചെയ്താൽ ഡയറക്റ്റ് രജിസ്ട്രേഷനിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നഴ്സിംഗ് പ്രോഗ്രാം UK ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് രജിസ്ട്രേഷനിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റേ ബാക്ക് ടൈമിന് സ്റ്റുഡൻറ്റിന് വർക്ക് ചെയ്യാം. അതാണല്ലോ സ്റ്റേ ബാക്ക് എന്ന് പറയുന്നത് അല്ലേ. പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ 2 year സ്റ്റേ ബാക്ക് ടൈം നമുക്ക് വർക്ക് ചെയ്യാം. മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ഈ സ്റ്റേ ബാക്ക് ടൈമിൽ അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്തേക്ക് നിങ്ങൾക്ക് എംപ്ലോയി സ്പോൺസർഷിപ്പ് കിട്ടുന്നുണ്ട്. നമ്മുടെ പെർഫോമൻസും നമ്മുടെ ലാംഗ്വേജ് ബേസ് ചെയ്തിട്ടാണ് അതിരിക്കുന്നതെങ്കിലും അങ്ങനെ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസിനാകെ കിട്ടുന്നുണ്ട്. മെജോറിറ്റി ആൾക്കാർക്കും അങ്ങനെ കിട്ടുന്നുള്ളത് കൊണ്ടും UK അത്ര തീർത്തും മോശമായ ഒരു ഓപ്ഷൻ അല്ല. നിങ്ങൾ പഠനം കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് നെഗറ്റീവ്സ് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ പക്ഷേ നിങ്ങൾ കോമ്പറ്റീറ്റീവായിട്ടുള്ള മേഖലകൾ ഉപേക്ഷിച്ച് കുറച്ചുകൂടി സ്കെയർസിറ്റി, സ്കിൽ ഷോർട്ടേജ് കൂടുതലുള്ള മേഖലകളിലേക്ക് UK പഠിക്കാൻ പോകുന്നതിൽ യാതൊരു തെറ്റുമില്ല. അങ്ങനെയുള്ളത് പഠിക്കാൻ പോവുക, ആ ഓപ്പർച്യൂണിറ്റീസ് മിസ്സാക്കാതിരിക്കുക. ഇനി ഓസ്ട്രേലിയയിലേക്ക് എങ്ങനെ UK നിന്ന് പോകാൻ പറ്റും? അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്ന, എനിക്കൊന്ന് നേഴ്സിംഗ് ചെയ്യുന്ന പ്രൊഫഷനിലുള്ളവർക്ക് UK നിന്ന് ഓസ്ട്രേലിയയിലേക്ക് വരാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. വിദേശത്ത് വർക്ക് ചെയ്യുന്ന നേഴ്സുമാരോട് ചോദിച്ചറിയാം. ക്ലൈമറ്റ് വൈസ് നമുക്ക് കുറച്ചുകൂടെ ഫേവറബിൾ ആയിട്ടുള്ളൊരു രാജ്യമാണ് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ ഒരു വലിയ ഭൂഖണ്ഡമാണ്. അപ്പോൾ ഇതിന് പല ഭാഗങ്ങളിലും പല വെതറാണ്. ഇപ്പോൾ നമുക്ക് ഇന്ത്യയിൽ തന്നെ പല വെതറുള്ളതുപോലെ ഓസ്ട്രേലിയയിൽ പല വെതറുള്ള സ്ഥലങ്ങളാണ്. എന്നിരുന്നാലും മോസ്റ്റ് ഓഫ് ദ പ്ലേസസ് നമുക്കിപ്പോൾ സിഡ്നി, മെൽബൺ, ബ്രിസ്ബെയിൻ, പെർത്ത്, അഡിലെയ്ഡൊക്കെ തന്നെ നമുക്ക് ഇന്ത്യൻസിന് വളരെ ജെല്ല് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്ലൈമറ്റാണ്. അത്ര എക്സ്ട്രീം കോൾഡ് അല്ല വെൻ കമ്പയർഡ് ടു കാനഡ UK പോലെ അത്രയും എക്സ്ട്രീം കോൾഡ് അനുഭവിക്കേണ്ടി വരുന്നില്ല. പിന്നെ UK പഠിക്കുന്ന വച്ചിട്ട് നഴ്സിംഗ് പഠിക്കുന്ന കുട്ടികളെ ശ്രദ്ധയ്ക്ക് സ്ട്രീം എയിലേക്ക് ഡയറക്റ്റ് മാപ്പ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ഓസ്ട്രേലിയയുടെ നഴ്സിംഗ് മിഡ്വൈഫറി ബോർഡിൻ്റെ ഒരു അസസ്മെൻറ്റ് പേജിലേക്ക് നോക്കുമ്പോൾ ABC 3 ക്രൈറ്റീരിയ സ്ട്രീംസിലേക്ക് നമ്മളെ മാപ്പ് ചെയ്യും. അപ്പോൾ ഇന്ത്യയിൽ നിന്നൊക്കെ പഠിക്കുന്നവർക്ക് NCLEX, നോസ്കി ഒക്കെ വേണ്ട ഒരു സ്ട്രീമിൽ പോകുമ്പോൾ ദാറ്റ് ഈസ് എ ടൈം കൺസ്യൂമിങ് ആൻഡ് ഡിഫിക്കൽട്ട് ഹാർഡ് വർക്ക് പുട്ടിൻ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. വേറെ UK പഠിക്കുമ്പോൾ ഇതെല്ലാം ബൈപ്പാസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നേരെ കോഴ്സ് കഴിഞ്ഞാൽ ഡയറക്റ്റ് രജിസ്ട്രേഷൻ ഓസ്ട്രേലിയയിലേക്ക് ട്രൈ ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷ് ടെസ്റ്റ് പാസ് ചെയ്താൽ ദെൻ യു ക്യാൻ മൈഗ്രേറ്റ് ടു ഓസ്ട്രേലിയ വെരി ഈസിലി. അപ്പോൾ UK ടു ഓസ്ട്രേലിയയ്ക്ക് ഒരു കടമ്പ ഇംഗ്ലീഷ് ടെസ്റ്റ് എന്ന് മാത്രമേ ഉള്ളൂ. ആഫ്റ്റർ ദാറ്റ് യു വിൽ ബി ഇൻ ഓസ്ട്രേലിയ ആൻഡ് ഡയറക്റ്റ് രജിസ്ട്രേഷൻ കിട്ടും. ഓസ്ട്രേലിയ എപ്പോഴും UK വെൽക്കം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കൺട്രിയാണ്. അതിൻ്റെ കാരണം UK ഓസ്ട്രേലിയയുടെ മേജർ ആൾക്കാർ. ഇപ്പോൾ ഇരിക്കുന്ന പൊളിറ്റീഷ്യൻസ് ആയിക്കോട്ടെ, എല്ലാവരും ആൻസെസ്റ്റേഴ്സ് ആർ ഫ്രം UK ആണ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ. അപ്പം ആദ്യം ഓസ്ട്രേലിയ വന്ന സെറ്റിൽമെൻറ്റ് സത്യം പറഞ്ഞാൽ UK നിന്ന് പോയ കൺവിക്സ്, അതായത് അവിടുന്ന് ജയിലിലടയ്ക്കപ്പെടേണ്ട ആൾക്കാരെ അവിടെ ജയിലുകൾ നടന്നപ്പോൾ പിന്നെ പുതിയൊരു ഐലൻഡ് കണ്ടുപിടിച്ചപ്പോൾ അങ്ങോട്ടേക്ക് ഷിപ്പ് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ വന്ന ആൾക്കാരുടെ നെക്സ്റ്റ് ജനറേഷൻ ആൾക്കാരാണ് ഇവിടെ. മൊത്തം മൈഗ്രൻസ് ആണ്. അപ്പം അവരാണ് ഈ പറയുന്ന വെള്ളക്കാരിൽ ഭൂരിഭാഗം. അപ്പോൾ UK ഒറിജിൻ അങ്ങനെയുള്ള ആൾക്കാരുടെ പലരുടെയും. നമ്മുടെ കൾച്ചറൊക്കെ നോക്കിയാലും കാണാം, എല്ലാം UK പോലെ തന്നെയാണ്. UK റോഡ്സ്, സയൻസ്, ബിസിനസ്സുകൾ പോലും ഈ ഓസ്ട്രേലിയയിലും UK ഒക്കെ കോമൺ ആയിട്ടുള്ള ബിസിനസ്സുകളും ഒരുപാടുണ്ട്. അപ്പോൾ ഓസ്ട്രേലിയ നിങ്ങൾക്ക് ഒരു ഹാർഡ് ലൊക്കേഷനായിട്ട് തോന്നുന്നെങ്കിൽ എപ്പോഴും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് UK സ്റ്റഡീസ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും
ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുമ്പോഴേക്കും ദിസ് ഇസ് ജസ്വിൻ സൈനിങ് ഔട്ട് ഫ്രം യൂട്യൂബ് ചാനൽ.